ഹായ് മക്കളെ, നിങ്ങൾ അടിപൊളിയായിട്ട് മെൻഡി ഗെയിം ഒക്കെ കളിക്കാറുണ്ടെന്ന് അറിയാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു മെൻഡി ഗെയിം നടത്തുന്ന ആ ഒരു ആരാണോ അതിനുവേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നോർമലി ഉണ്ടാകാറുള്ളത്. എന്നാൽ നിങ്ങൾക്ക് സ്വയം മെൻഡി ഗെയിം നടത്താൻ പറ്റിയാലോ, ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു മെൻഡി വാർ നിങ്ങൾക്ക് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം മറ്റേ ടൈം ജോയിൻ ചെയ്തിട്ട് 100-150 സ്റ്റഡി ഗ്രൂപ്പിലുള്ള ആളുകളെ ജോയിൻ ചെയ്തിട്ട് അറ്റേ ടൈം അവർ ഒരുമിച്ചൊരു ഗെയിം നടത്താനുള്ള ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും? അത് അടിപൊളിയായിരിക്കത്തില്ലേ? ആ ഫീച്ചറാണ് ആക്ച്വലി സൈലത്തിന്റെ കണക്ട് ടുഗദർ എന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഫീച്ചറിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതൊരു കൂട്ടം ആൾക്കാർ, ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർ ഒരുമിച്ച് നിങ്ങൾക്ക് ഗെയിം പോലെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് ഫ്രീ ടൈം കിട്ടുന്നു. ഡെയിലി നിങ്ങളൊരു നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് പോലെ ഉണ്ടാവാം, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ സ്റ്റഡി ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് അത്രയും ആഗ്രഹമുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ കണക്ട് ടുഗദർ എന്നൊരു ഫീച്ചർ തരുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. 2 ഡിവൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്ട് ടുഗദർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 2 ഡിവൈസും അടുത്ത് വേണമെന്നൊന്നുമില്ല. ഇത് ദൂരെ ആയാലും ഒരു കുഴപ്പമില്ല. രണ്ടും അടുത്ത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഏത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പ്ലോർ എന്ന ഒരു ബട്ടൺ, നമ്മൾ ഓൾറെഡി ടെസ്റ്റിനകത്ത് കസ്റ്റം ടെസ്റ്റ്, മോക്ക് ടെസ്റ്റും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സ്പ്ലോർ എന്ന ബട്ടണിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ടുഡേ സ്റ്റോറീസ് കാണാം, പ്രാക്ടീസ് ടെസ്റ്റ്, കെമിസ്ട്രി ബൂസ്റ്റർ, അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കാണാം. ദെൻ കണക്ട് ടുഗദർ ഉണ്ട്. ടുഡേസ് MCQ നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു MCQ വന്നിട്ടുണ്ടാവും. ദെൻ ആഫ്റ്റർ ദാറ്റ് റെക്കമെൻഡഡ് ലെസൺസ് കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ എക്സ്പ്ലോറിൽ തന്നെ കാണുന്ന ഒരു ഫീച്ചറാണ് ഈ ടുഗദർ സ്റ്റഡി വിത്ത് ഫ്രണ്ട്സ് എന്നുള്ള കാര്യം. അപ്പോൾ കണക്ട് ടുഗദറിൽ എങ്ങനെയാണ് ഒരു ഗെയിം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഐദർ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് സ്റ്റഡി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഇവിടുന്ന് വേണമെങ്കിൽ ഒന്നെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന പാഠം ഏതാണ്? സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ അടിക്കുകയാണ്. ഏത് ചാപ്റ്റർ നിങ്ങൾ അടിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ വരുന്നതാണ് ഏത് ചാപ്റ്റർ ആണെന്നുള്ളത്. ഇലക്ട്രോണിക്സ് ഞാൻ എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണോ അതിനകത്ത് വരാവുന്ന ടോപ്പിക്കുകൾ അതവിടെ വന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലോജിക് ഗേറ്റ്സ് ആണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം 17 ക്വസ്റ്റ്യൻസ് ആണ് ലോജിക് ഗേറ്റുമായി ബന്ധപ്പെട്ട ഗെയിം കളിക്കാൻ നിങ്ങൾക്കുള്ളത്. 68 മാർക്കാണ്. സോ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തു, ഒരു പേര്, ഞാനിപ്പോൾ ഒരു ആശിഷ് എന്ന പേരിലാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആശിഷ് എന്ത് ചെയ്തു, ഇത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനിനി അതിലേക്ക് ജോയിൻ ചെയ്യാൻ പോകണമെങ്കിൽ 2 രീതിയിലാണ്. ഒന്നുകിൽ ഈ കോഡ് എനിക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഏത് സ്റ്റഡി ഗ്രൂപ്പാണോ ആ സ്റ്റഡി ഗ്രൂപ്പിൽ കൊണ്ടിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം. അല്ലെങ്കിൽ ഇവിടെ വാട്സപ്പും നിങ്ങൾക്ക് പല ഷെയർ ഓപ്ഷൻസ് കാണാം. ആ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഡിവൈസ് തൊട്ടടുത്തുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് നിങ്ങളുടെ റൂംമേറ്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറ്റേ ടൈമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇത് ടൈപ്പ് ചെയ്യാന്നിരിക്കട്ടെ, AIDSCOPD എന്നുള്ളതാണ് നമ്മുടെ കോഡെന്നിരിക്കട്ടെ, റൈറ്റ്? അപ്പം നിങ്ങൾ നോക്കിയേ, 2 പേരും എന്തായി കണ്ടോ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് 2 പേരും ഇപ്പോൾ ആ ഗെയിം റൂമിൽ കയറി. ഇനി ഈ കോഡ് എത്ര പേരടിക്കുന്നോ അത്രയും പേര് ഗെയിം റൂമിൽ വരും. നിങ്ങൾക്ക് 100 പേർക്ക് വേണമെങ്കിൽ 100 പേർക്ക് അടിക്കാം, എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് കൊടുക്കാവുന്നതാണ്. ദെൻ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് വിതിൻ 2 സ്ഥലത്തും ഒരേപോലെ അറ്റേ ടൈം എന്ത് ചെയ്യും, ആ ചോദ്യം വരും. ദെൻ വായിക്കുക. ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു, റൈറ്റ്? സോ ഞാനിത് വായിക്കുന്നു. ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തിൽ എന്ത് ചെയ്യുക, അടുത്ത ആൾ അറ്റൻഡ് ചെയ്യുക. സോ അപ്പം ഏതാണോ റൈറ്റ്, സോ കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിൽ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ചുമ്മാ ആൻഡ് ഗേറ്റ് എന്ന് കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ പകരം ഓർ ഗേറ്റ് എന്ന് കൊടുക്കുകയാണ്. സോ അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു, ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പം ഇവിടെ ചെയ്തത് തെറ്റാണ്, ഇത് ഓർ ഗേറ്റ് ആണ്. ഞാൻ ചെയ്തത് എന്താണ്, ഈ സൈഡിൽ ചെയ്ത ആൻഡ് ഗേറ്റ് ശരിയാണ്. അപ്പോൾ ലീഡർ ബോർഡിൽ ആശിഷ് എന്ത് ചെയ്യും, മുമ്പിൽ വരും, ഞാൻ പുറകിലായിരിക്കും. സ്വാഭാവികമായും എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 പേർക്കും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ വായിക്കാം. എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, വായിക്കാൻ 2 പേർക്കും. ആൻഡ് റെഫറൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഫറൻസ് കാര്യങ്ങൾ താഴെ ഉണ്ടാവും. 2 പേരും സെറ്റായി കഴിഞ്ഞാൽ, 2 പേർക്കും കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഇനി 2 പേരും എന്ത് ചെയ്താൽ റെഡിയാണ്, 2 പേരും റെഡിയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. റെഡി ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും. സോ 2 പേരും ഇനി എന്ത് ചെയ്താൽ, റെഡി കൊടുത്തു കഴിഞ്ഞാൽ 2 പേരും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇങ്ങനെ ഒരു മെൻഡിയിൽ എങ്ങനെയാണോ ലീഡർ ബോർഡ് വരുന്നത്, ആ ലീഡർ ബോർഡ് വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് കിട്ടുന്നതാണ്, റൈറ്റ്? 2 പേരും 2 ഓപ്ഷൻ കൊടുത്തു എന്നിരിക്കട്ടെ, റൈറ്റ്? ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലീഡർ ബോർഡിൽ ചെറിയ മാറ്റം ഉണ്ടാകും. സോ ആ ലീഡർ ബോർഡിലെ മാറ്റം എന്താണ്, അവിടെ കാണിച്ചിട്ടുണ്ടാവും. സോ അത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് അനുസരിച്ച് നിങ്ങളുടെ ടോട്ടൽ ടൈമാണ് അവിടെ എന്ത് ചെയ്യുക നോക്കുക. ഏറ്റവും സ്പീഡിൽ ആരാണോ ചെയ്തത് അതിനനുസരിച്ച് എന്ത് ചെയ്യും,
ആ ഒരു നിങ്ങളുടെ ലൈക്ക് ലീഡർ ബോർഡ് മാറി മാറി വരും. ലീഡർ ബോർഡ് എന്തായാലും ലൈവ് ലീഡർ ബോർഡ് നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് ഒരുമിച്ച് പോകുന്നു. ഇങ്ങനെ ആ ഒരു എൻഡ് വരെ നിങ്ങൾക്കൊരു ഗെയിം പോലെ ഇതെന്ത് ചെയ്യാം, എപ്പോൾ വേണേലും ലൈക്ക് ഏത് രാത്രിയും ഏത് പാതിരാത്രിയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് റൈറ്റ്. ഇത് തീർന്ന അവസാനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ ലീഡർ ബോർഡും ഫുൾ നിങ്ങളുടെ അനാലിസിസും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് അപ്പുറം ഇനി എന്താ വേണ്ടേ? കണക്ട് ടുഗദർ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടും ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കിഡിലിന് ഓപ്പർച്യൂണിറ്റിയാണ്. മിസ് ചെയ്യരുത്. സോ സൈലം പ്രാക്ടീസ് ആപ്പ് ജാനുവരി തൊട്ട് വരികയാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. 4 മാസം തകർത്ത് പ്രാക്ടീസ് ആപ്പൊക്കെ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.